മുത്തുനബിന്റെ മാംസകഷ്ണം അതിന്റെ ബഹുമാനം പറഞ്ഞറിയിക്കണ്ട, അതിന് കൊടുക്കണമെന്നാ പറഞ്ഞു. അതാ ആലിമീങ്ങളും അവരാദരിക്കും, അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവരെ ദുആയിൽ ഒരു പക്ഷെ തെറ്റുണ്ടാവും, ചിരിക്കരുത്, ആമീൻ പറയും. അക്ഷരത്തിനല്ലടോ വില. പഠിച്ച രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വിലയില്ല. പഠിക്കാത്തൊരു സയ്യിദ് എങ്ങനെയൊക്കെ കൊണ്ട് ദ്വായിരുന്നു, അതൊന്നും വിഷയാക്കരുത്. തങ്ങളെ രഹസ്യമായിട്ട് തങ്ങളെ നല്ലപോലെ പഠിക്കണം എന്നൊക്കെ വഷളാക്കാത്ത രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനല്ലാതെ അവരെ ദ്വാന്റെ ആണ്ട് നമ്മളെ ഇത്ര ഫസാഹത്തും എത്ര ബലാഹത്തുള്ള ദ്വാന്റെ എത്തൂല. അള്ളാണ്ട് കേൾക്കണം. മുത്തുനബിന്റെ പേരക്കുട്ടി ദ്വാരക്കണ് പേച്ചുപോയി. നമ്മൾ വലിയ സാഹിത്യത്തിൽ അങ്ങ് ദ്വാരന്ന് നല്ല കറക്റ്റ് അവിടെയല്ല, മുത്തുനബിന്റെ കുട്ടി എന്നുള്ളതിനാണ് കറക്റ്റ്. അള്ളാഹ് സ്വീകരിക്കൽ അവിടെയാണ്. അതുകൊണ്ട് അവരെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കുക, അത് ചെറുതല്ല. അവര് വിഷമുള്ള ടൈമിൽ അവരെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുക. ഇപ്പൊ ഇവിടെ നേർച്ചയ്ക്ക് വേണ്ടി ഓടി നടന്ന മക്കളൊക്കെ അതിൽ പെടും. അള്ളാഹു സാദാത്യങ്ങൾ ആദരിക്കുന്നവര് നമ്മളെ പെടുത്തട്ടെ. മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ പോരാ, പുറത്തത് കാണിക്കും വേണം, നാവുകൊണ്ടത് പറയും വേണം. അങ്ങനെയുള്ള 4 കൂട്ടർക്ക് ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് നമ്മൾ മനസ്സിലാക്കണം.